നിങ്ങൾക്ക് ഒന്നും അറിയാൻ വയ്യാത്തവരാണ്. ത്വലാഖ് എന്ന് പറയും. മലയാളത്തിൽ വിശ്വാസി എന്ന് പറയും. ആ വിശ്വാസിക്ക് ഒരു ഓപ്പോസിറ്റ് വേണം. അതേതാണ്? അവിശ്വാസി. അറബി ഭാഷയിൽ മുഅ്മിൻ എന്ന് പറയും, മുസ്ലിം എന്ന് പറയും, വിശ്വാസി. ആ വിശ്വാസത്തെ ഉൾക്കൊള്ളാത്ത ആളിനെ അവിശ്വാസി എന്ന് പറയണം. അതിന്റെ പേരാണ് കാഫിർ. ഭാഷയ്ക്ക് ഒരു വാക്ക് വേണ്ടേ? വിശാലമായ ഒരു ഭാഷയിലെ അറബി. അറബി ഭാഷയിൽ തിരിച്ചവർക്ക് പറയാം, അവരാണ് വിശ്വസിക്കുന്നത്, അവരെ നമ്മളല്ലേ വരുന്നത്. അത്രയേ ഉള്ളൂ ആ ഭാഷാ പ്രയോഗം. രാഷ്ട്രീയക്കാരും ആ പദം കൊണ്ട് കളിക്കുന്നുണ്ട് ധാരാളമായി. ഇലക്ഷൻ സമയത്തും ആ ഒരു പ്രയോഗം സമൂഹത്തിൽ വളരെ വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമൂഹത്തെ അവർ ആ വാക്കിനെ പോലും തള്ളിക്കളഞ്ഞു എന്നത് വലിയ സന്തോഷം നൽകുന്ന വർത്തമാനം തന്നെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ മത്സരിക്കുന്ന ആളുകൾ അവർ കാഫിറാണോ, മുസ്ലിമാണോ, മുഅ്മിനാണോ, മുത്തഖിയാണോ, പള്ളിയിൽ ഇമാമാണോ നോക്കിയിട്ടാണോ വോട്ട് കൊടുക്കുക. അയാൾ സമൂഹത്തിന് ഉപകാരപ്രദമായ ആളാണ് എന്ന് തോന്നിയാൽ അയാൾ വോട്ട് കൊടുക്കും. അയാൾ ജാതി നോക്കിയിട്ടാണോ വോട്ട് കൊടുക്കുക? ഈ കേരളത്തിൽ ആരും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? അവരുടെ പ്രസ്ഥാനവും അവരുടെ പാർട്ടിയും എന്താണോ മുമ്പോട്ട് വെക്കുന്ന ആദർശം, ആശയം ഈ നാടിന് ഉപകാരപ്രദമാണെങ്കിൽ അയാൾ ജയിക്കും. അതിനപ്പുറത്തേക്ക് ആ പദവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധമായ മറ്റു മതസ്ഥരായ ആളുകളെ ആക്ഷേപിക്കുന്നതിനോ പരിഹസിക്കുന്നതിനോ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമേ അല്ല. പിന്നെ മുസ്ലിമായ ഒരാളെ മറ്റെങ്ങനെയാണ് കാഫിർ എന്ന് വിളിച്ചാൽ പ്രശ്നം വരുന്നത് എന്ന ചോദ്യമുണ്ട്. ഒരു വിശ്വാസിയായ ആളെ അവിശ്വാസി എന്ന് വിളിക്കാൻ പാടില്ല എന്നതാണ് നിയമം. മുസ്ലിമായ ആളിനെ മുസ്ലിം അല്ല എന്ന് പറയാൻ പാടില്ല. അതാണ് നിയമം. ആ നിയമത്തിന് വിരുദ്ധമായി ഈ ആഴ്ചകളിൽ നമ്മൾ കേട്ട ഒരു വർത്താനമുണ്ട്. അയാൾ ചെയ്ത ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന്റെ മേഖലയിൽ ഭാഗമായ അയാളെ കാഫിർ എന്ന് വിളിക്കാൻ പാടില്ല. അയാൾ ഒരു മൗലിദ് ഓതിയതിന്റെ പേരിലോ ഒരു മാല പാടിയതിന്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റാത്തീബ് ഖുതുബിയത്തോ ജില്ലിയതിന്റെ പേരിലോ ഒരാളെ കാഫിർ എന്ന് വിളിക്കാൻ ആർക്കാണ് ആരെ അധികാരം കൊടുത്തത്? ഇന്നുവരെ അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഒരു മൊയ്ലിയാര്, അയാൾ പേര് ചൊല്ലി എന്നാണ്. നമ്മുടെ നാട്ടിൽ ഈ ചൊല്ലി എന്ന് പറയാ ഒരു അസുഖത്തിനാണ്. ചൊല്ലി എന്ന് പറയും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറങ്ങി വീണ് ജെന്നി എന്ന് പറയും. ചില നാട്ടിൽ ചൊല്ലി എന്ന് പറയും. അങ്ങനെ ഒരു അസുഖമുള്ള ആളാണ്. അയാളെ പേരിന് അങ്ങനെ. അപ്പൊ അദ്ദേഹം പറയാണ്, നാട്ടിലുള്ള സകലമായ പള്ളികളിലെയും മുസ്ലിയാക്കന്മാരൊക്കെ പൂജാരിയാണ്. നാട്ടിലുള്ള പള്ളിയിലെ സന്ദീപന്മാരൊക്കെ പൂജാരിയാണ്. കേൾക്കാൻ നല്ല രസമാണ്. പള്ളികളായ പള്ളികൾ മുഴുവൻ അമ്പലമാണ്. അവിടെയൊന്നും പോയി നിങ്ങൾ നിസ്കരിക്കരുത്. അവിടെയൊന്നും പോയി നിങ്ങൾ നിസ്കരിക്കരുത്. അവരെയൊന്നും നിങ്ങൾ പോയി പിന്തുടരരുത്. ഇത് മ്ലേച്ഛമായ വർത്തമാനമാണ് അയാൾ പറയുക. അയാളത് പറഞ്ഞതിന് ശേഷം അയാൾ പ്രതിനിധീകരിക്കുന്ന സംഘടന അതിനെ വിമർശിച്ചു പറഞ്ഞോ, ഇയാളെ പറയുന്നത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞു നിങ്ങൾ കേട്ടോ? ചിന്നക്കട പള്ളിയിൽ ഏതെങ്കിലും ഒരു പള്ളി മൗലിദ് ഓതുന്ന പള്ളിയാണെങ്കിൽ ആ പള്ളി അമ്പലമെന്നാണ് മൂപ്പേണ്ടത്. ഏതെങ്കിലും ഒരു ഇമാം അയാൾ മൗലിദ് കഴിക്കുന്ന ആളാണ്, മൗലിദ് ഓതുന്ന ആളാണെങ്കിൽ അയാളെ പിന്നെ പിന്തുടരാൻ പാടില്ല. അയാൾ പൂജാരിയാണ് എന്ന് ലോക ചരിത്രത്തിൽ ഇന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ ആ ഭാഷാ പ്രയോഗം? സൂഫികളെയും ത്വരീഖത്തിനെയും മദ്ഹബിനെയും എല്ലാം അയാൾ ആക്ഷേപിച്ചുകൊണ്ട് ഇടക്കാലത്ത് വന്ന ആളാണ്. അയാൾ ഇടക്കാലത്ത് ഒരു പ്രസ്താവന എഴുതി. ഹനഫിയത്തിനെയും ഷാഫിയത്തിനെയും നാല് മദ്ഹബുകളെയും പരസ്യമായി വിമർശിച്ച് ആക്ഷേപിച്ച് നിന്ദിച്ച ആൾ. അയാൾ ഇപ്പൊ പുതിയത് കൊണ്ടുവന്നിരിക്കാണ്. പള്ളികളിലെ മാമ്യങ്ങളൊക്കെ അല്ലെങ്കിൽ പള്ളികളൊക്കെ അമ്പലമാണ്. എന്തൊരാഭാസമാണ്, എന്തൊരു വൃത്തികെട്ട വർത്തമാനമാണ് പറയുന്നത്. ഇന്ന് വരെ ഏതെങ്കിലും ഒരു മുസ്ലിം സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിത സഭ പറഞ്ഞിട്ടുണ്ടോ സലഫി പള്ളികളൊക്കെ അമ്പലാണ്? ആരെങ്കിലും അങ്ങനെ പറഞ്ഞു? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ?
അവിടെ ഇരിക്കുന്നവരൊക്കെ പൂജാരിമാരാണെന്ന് ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? ഇതിനെ എതിർത്ത് പറഞ്ഞാൽ ഉടനെ ഫാസിസം വരാൻ ഇപ്പൊ പിടിച്ചോണ്ട് പോകും, ഇതൊന്നും മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. നമ്മുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. നാളിതുവരെയായി നിസ്കരിച്ച ആളുകളുടെ നിസ്കാരം ചെയ്യും. നാളിതുവരെയായി അവർ നേതൃത്വം കൊടുത്ത ശറഈന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ചെയ്ത സൽക്കർമ്മങ്ങൾ എങ്ങനെ പരിഗണിക്കപ്പെടും? ഈ കണ്ട പള്ളികളിലൊക്കെ നിസ്കരിച്ച നിസ്കാരം എങ്ങനെ ശരിയാവും? ഗൗരവല്ലേ? ആരും ചോദ്യം ചെയ്യപ്പെടാനില്ല. വാതുന്നിക്കട്ടെ വീട്ടിയിരുത്താൻ ഒരു മനുഷ്യനില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കും. ഇതവിടെ പ്രസ്ഥാനത്തിന്റെ മഹത്വമാണ്, അവിടെ പ്രസ്ഥാനത്തിന്റെ ശൈലിയാണ്. അയാൾ ദുരന്തം നടന്നുകൊണ്ടിരിക്കാൻ ആ സമയത്ത് അവിടെ സന്ദർശിക്കാൻ പോകേണ്ട ഒരു കാറിൽ മൂന്നാലിതിന്റെ വലിയമാര് ആ കാറിൽ ഇരുന്നുകൊണ്ട് ഒരു സമൂഹം വെള്ളത്തിൽ ഒലിച്ചു പോയി. അവർ ഭയപ്പാടിലും സങ്കടത്തിലും, ലോകവിശ്വാസികളും മനുഷ്യന്മാരും മുഴുവനും സങ്കടത്തിൽ കുളിച്ചു നിൽക്കാൻ ആ സന്ദർഭത്തിൽ ഇവരിങ്ങനെ ചിരിച്ചും കളിച്ചും കാറിൽ പോവാണ്. എന്ത് ദുരന്തം കാണാൻ. അപ്പോൾ അതിനകത്തിരുന്നൊരു വലിയ പറയാണ്, ഖലീലുൽ ബുഖാരി തങ്ങൾക്ക് ഒരു വലിയ സ്ഥാപനമുണ്ട്, മഅദിൻ അക്കാദമി എന്ന് പറയും. ഒരുപാട് പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവന്ന അന്ധരായ ആളുകൾ, മൂകന്മാരായ ആളുകൾ, ചെവി കൂടാത്ത ആളുകളൊക്കെ പഠിച്ച് വലിയ അരുവികളും വലിയ സ്ഥാപനത്തിലും ഒക്കെ ഭൗതികമായൊക്കെ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ വിപ്ലവം സൃഷ്ടിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. വലിയ സ്ഥാപനമാണ്, ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം. അപ്പൊ ഈ കാലിൽ നിന്നുകൊണ്ട് ഇവര് പറയാൻ, ആ വയനാട് ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയപ്പോൾ ആ മഅദിൻ കോളേജും കൂടെ ഒലിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന്. ഇവിടെ മനസ്സിലുള്ള ആ വികാരം, ആ വർഗീയത എത്രത്തോളമാണ്, ഭീകരതയാണ് ഇവിടെ മനസ്സിലുള്ള. ആരെങ്കിലും പറയൂ, നമ്മൾ എത്ര ശത്രുവാണെങ്കിലും അയാൾ മോളോട് ഒലിച്ച് ആരെങ്കിലും പറയാൻ പാടുണ്ടോ? പരിശുദ്ധമായ ശറഈൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാം അങ്ങനെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു വിശ്വാസിയെ മറ്റൊരു വിശ്വാസി എങ്ങനെയാണ് കാഫിർ എന്ന് വിളിക്കുക? അവന്റെ സ്ഥാപനമില്ല മടിയുടെ ഒലിച്ചു പോകണമെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? ഇതിനെ ആരെങ്കിലും വിവരക്കേട് കൊണ്ടാണ് പറയുന്നതെങ്കിൽ അവരുടെ പ്രസ്ഥാനങ്ങൾ എന്തുകൊണ്ടാണ് അതിനെ നിലക്കി നിർത്താത്തത്, അതിനെ പിടിച്ചു നിർത്താത്തത്, അതിനെതിരെ സംസാരിക്കാത്തത്? ഇവരൊക്കെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളുമാണ്. അല്ലാഹു ഇത്തരത്തിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരാളുടെയും സങ്കടത്തിൽ, ഒരാൾക്കുണ്ടാകുന്ന വിഷമത്തിൽ ആഹ്ലാദിക്കുവാനും അവരെയൊക്കെയും മുസ്ലിമായ സഹോദരങ്ങളൊക്കെ ദീനിൽ നിന്ന് പുറത്താക്കാനും നമുക്കാരും അവകാശം തന്നിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ആക്കിയാൽ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ പറഞ്ഞവനാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുക എന്ന പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് നമ്മുടെ ഖൽബിൽ ഉറച്ചിരിക്കണം. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. അത്തരത്തിൽ വേണം നമ്മൾ സംസാരിക്കാനെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ വിശ്വാസികളോട് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ആരോടും ഒന്നും പറയാൻ പാടില്ല, അപ്പുറം വിളിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളെ പരസ്പരം തെരുവിളിക്കാൻ പാടില്ല. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതെല്ലാം നിശിതമായി വിമർശിക്കുകയും അതെല്ലാം പാപമായി പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണുകയും ചെയ്തു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അതൊക്കെ ആ നിലയിൽ മാത്രം കാണുകയും അതിൻ്റെതായ ഭാഗങ്ങളിലൂടെ ചർച്ച ചെയ്യുകയും മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ആരെയും ആക്ഷേപിക്കലും പരിഹസിക്കലും ഇസ്ലാമിൽ നിന്ന് പുറത്തു കളയലും ഒന്നും നമ്മുടെ പണികളല്ല. അതെല്ലാം അല്ലാഹുവിന്റെ കൈകളിൽ മാത്രമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ, ദീനുൽ ഇസ്ലാമിൽ അടിയറച്ചു നിന്നുകൊണ്ട് ഈ ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.